CPM സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം യുഡിഎഫിന്റെ സീറ്റ് വിഭജനവും അവരുടെ സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കാൻ വളരെ വൈകി. ഇന്നലെയോടുകൂടിയാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നൊരു വ്യക്തത വന്നിട്ടുള്ളത്. ഇത് ഐക്യജനാധിപത്യ മുന്നണി ചെന്നുപെട്ടിട്ടുള്ള ആഭ്യന്തര സംഘർഷത്തിൻ്റെ ഭാഗമാണ് ഇത്രയും കാലതാമസം സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചത്. എന്നാൽ UDF SDPI-യുമായി ഇന്ന് മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. SDPI-യുമായി മുന്നണി ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിനെയാണ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗും SDPI-യുമായുള്ള ബന്ധം BJP-യും RSS-ഉം തമ്മിലുള്ള ബന്ധം പോലെയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ തരത്തിൽ ഒരു കൂട്ടുകെട്ടിലേക്ക് മുസ്ലിം ലീഗും SDPI-യും തമ്മിൽ എത്തിയതിനെക്കുറിച്ച് അത് UDF-ന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ടാണ് UDF ഇത്തവണ മുന്നണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫലമായി UDF-ന്റെ മുന്നണിയും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ്. BJP മുന്നണി ഹിന്ദുത്വ വർഗീയതയെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് കേരളത്തിലെ BJP മുന്നണി NDA എന്നുള്ള നിലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ കേരളത്തിലെ 5 ലോകസഭാ മണ്ഡലങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി UDF-നെ സഹായിക്കാൻ RSS നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വടകര, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ NDA-യുടെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി UDF-നെ സഹായിക്കാൻ RSS തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പ്രത്യുപകാരമായി RSS-ന്റെ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ കോൺഗ്രസ് സഹായിക്കുമെന്നുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് മുരളീധരനെ മാറ്റി നിർത്താനാണ് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് അയക്കുകയും ഇത് ഇത്തരത്തിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ തുടക്കമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ ഒരു സീറ്റിലെങ്കിലും ഇത്തവണ RSS-ന് ജയിക്കണം. അതിന് സഹായകമായൊരു നിലപാടുണ്ടാക്കാനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള നിയമസഭയിൽ BJP-ക്ക് അക്കൗണ്ട് ചെയ്യാൻ അവസരമുണ്ടായി കൊടുത്തത് നേമം അസംബ്ലി മണ്ഡലത്തിൽ രാജഗോപാലനെ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ച് നൽകിയതുകൊണ്ടാണ് രാജഗോപാലൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തിൽ ജയിച്ചത്. ആ പരീക്ഷണം വിജയിപ്പിച്ച ഒരു സ്ഥലമാണ് നേമം. അത് നേരത്തെ ലഭിച്ച കോൺഗ്രസിൻ്റെ വോട്ടിൽ 20,000-ൽ പരം കോൺഗ്രസ് വോട്ടാണ് അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മറിച്ച് നൽകിക്കൊണ്ട് BJP-ക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള അവസരം കേരളത്തിൽ ചെയ്തു കൊടുത്തത്. അന്ന് മുതൽ ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധം കേരളത്തിലുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിൽ 91-ൽ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തിയൊരു സ്ഥലമാണ്. അന്ന് ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാൻ KP ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദർഭത്തിൽ അവിടെ അഡ്വക്കേറ്റ് രത്നസിംഗിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് UDF-ഉം BJP-യും കൂടി മുന്നണി ഉണ്ടാക്കി മത്സരിച്ച സ്ഥലമാണ് വടകര പാർലമെന്റ്. വടകരയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ BJP-യുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വടകരയിലേക്ക് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്തു. കോഴിക്കോട് ജില്ലാ യുവമോർച്ചയുടെ സെക്രട്ടറിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്തു. ഇത് പരസ്യമായി BJP-യുടെ 2
പ്രമുഖ നേതാക്കന്മാരുടെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വളർന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഈ ആപത്ത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിച്ച് ശക്തമായ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഇടതുപക്ഷ മുന്നണി ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ ഒരു തരംഗം കേരളത്തിലുണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള നീക്കം ഇരുഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കമാണ് UDF ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ BJP ക്യാമ്പിൽ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണവും. NDAയുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും RSS ആണ് തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്നത്. ഇത്തരം ചില മണ്ഡലങ്ങളിൽ UDFനെ സഹായിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ എന്ത് വൃത്തികെട്ട മാർഗവും ഇവർ സ്വീകരിക്കുമെന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ വിശാലമായ ഇത്തരം കൂട്ടുകെട്ട് ഉണ്ടാക്കാനുള്ള നീക്കം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. UDFും SDPIയും RSSും ചേർന്ന ഒരു കൂട്ടുകെട്ടാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി LDFിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള തീരുമാനം. ഈ വടകരയിൽ കെ മുരളീധരൻ വന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വടകര കെ മുരളീധരൻ വന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. കാരണം മുരളീധരൻ 9 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ. 5 തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ. അദ്ദേഹമാണ് മന്ത്രിയായി നിന്നുകൊണ്ട് ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ കേരളത്തിലെ ഒരേ ഒരു നേതാവ് കെ മുരളീധരനാണ്. AC മൊയ്തീനോട് വടക്കാഞ്ചേരിയിൽ തോറ്റ ആളാണ് കെ മുരളീധരൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുരളീധരനെ ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരുവിധ ഭയവുമില്ല. അദ്ദേഹം കോഴിക്കോട് പാർലമെൻറ്റിൽ തോറ്റു, വയനാട് പാർലമെൻറ്റിൽ തോറ്റു, തൃശ്ശൂർ പാർലമെൻറ്റിൽ തോറ്റു, ഇനി വടകരയിലും കൂടി തോറ്റിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ അദ്ദേഹം അങ്ങോട്ട് പോയി എന്നത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വേണ്ടി ഒരു ആൾ വേണമല്ലോ. അപ്പോൾ ഒരാളവിടെ വന്നു. ഇത്രയും ദിവസം ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിട്ട പ്രശ്നം. ഇപ്പോൾ മത്സരിക്കാൻ ഒരാളെ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. BJPയുടെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ദുർബല സ്ഥാനാർത്ഥികളായിരിക്കും CPM പറയാം. അത് സംബന്ധിച്ച് RSS എടുത്തിട്ടുള്ള തീരുമാനം പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നാളെ NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളൂ. ഈ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കും. CPM എങ്ങനെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഞങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ CPM. നാളെ നിങ്ങൾ അവരുടെ NDAയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ ഇത് സംബന്ധിച്ച് പറയും. സ്വാഭാവികമായിട്ടും BJPയുടെ പിന്തുണ RSSന്റെ പിന്തുണ ഈ 5 മണ്ഡലങ്ങളിൽ കിട്ടുകയാണെങ്കിൽ വിജയരാജൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രശ്നം ആവില്ലേ? ഞങ്ങൾക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഈ സ്ഥലത്തെല്ലാം തന്നെ ഇടതുപക്ഷ മുന്നണി ജയിക്കും. 50% വോട്ട് ഈ മണ്ഡലത്തിലൊക്കെ നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, വടകര RMP പോലുള്ള പാർട്ടികളുണ്ട്. എല്ലാ അവര് രക്തസാക്ഷികൾ സംഗമം സംഘടിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും CPM നിൽക്കില്ല. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ രക്തസാക്ഷികൾ അവരെക്കാളും കൂടുതലുള്ളത് CPM-ലല്ലേ. വടകര മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ CPM-ലല്ലേ. അവരുടെ രക്തസാക്ഷി മാത്രമല്ല BJP ന്നും. അത് എല്ലാ രക്തസാക്ഷികളും ഒന്നിച്ചു കൂടിയാലും അവരെക്കാളെല്ലാം കൂടുതൽ രക്തസാക്ഷികളുള്ള പാർട്ടി CPM-അല്ലേ. വടകര ലോകസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളായത് CPM-ന്റെ ആളുകളാണ്. അപ്പം BJPയുടെ രക്തസാക്ഷികളും കോൺഗ്രസിന്റെ രക്തസാക്ഷികളും ഒന്നിച്ചു കൂടുമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മഹാസഖ്യത്തിന്റെ ഭാഗമല്ലേ. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 91 ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് BJPയുടെ വോട്ടും UDFിന്റെ വോട്ടും ചേർന്നാൽ ഞങ്ങൾ തോൽക്കുന്ന മണ്ഡലമായിരുന്നു വടകര. KP ഉണ്ണികൃഷ്ണൻ തോൽക്കും എന്നായിരുന്നു എല്ലാവരും കണക്കൂട്ടിയത്. പക്ഷേ ഇലക്ഷൻ നടന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി ജയിച്ചത് എന്തുകൊണ്ടാണ്? അത്തരം അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ കേരളം അംഗീകരിക്കില്ല. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അതേ തെരഞ്ഞെടുപ്പിൽ അന്ന് തന്നെ 91 TK അംശയെ തോൽപ്പിക്കാൻ
ഒരു മാധവൻകുട്ടിയെ തോണി ചിഹ്നത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. ഒരു ഡോക്ടർ മാധവൻകുട്ടി. വോട്ട് കണക്ക് കൂട്ടിയാൽ ഇടതുപക്ഷ മുന്നണി BJPയുടെ വോട്ടും കൂടി UDF പോയാൽ അന്ന് ബേപ്പൂരിൽ തോക്കുമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണി ജയിച്ചില്ലേ? ഇത്തരം അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ ആ കൂട്ടുകെട്ടുകൾ തോൽപ്പിക്കും. അത് മനസ്സിലാക്കാത്ത സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ചതിവ് ഞങ്ങളെ ചെയ്യാൻ സാധിച്ചത്. അതായിരുന്നു നേമത്ത് സംഭവിച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചതിവ് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഇടതുമുന്നണി ആദ്യഘട്ട പ്രചരണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് എത്ര സീറ്റ് വരെ ഇടതുമുന്നണിക്ക് കിട്ടുന്നു? അങ്ങനെ എന്തെങ്കിലും സീറ്റുകൾ ഇപ്പം ഇത്രയെന്ന് നമ്മൾ പറയുന്നത് അപക്വമായിട്ടൊരു പ്രസ്താവനയായിരിക്കും. അതൊക്കെ ഇപ്പം പറയുന്നത് വെറും ആഗ്രഹ പ്രകടനമാണ്. അത് ആഗ്രഹ പ്രകടനമല്ല. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയാണ് ഇലക്ഷൻ പ്രചരണത്തിൽ മുമ്പിൽ നിൽക്കുന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇലക്ഷൻ്റെ അവസാന ഘട്ടമാകുമ്പോഴേ ഇത്ര സീറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല മുൻതൂക്കമുണ്ട്. കേന്ദ്രത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ RSS, SDP, UDF സഖ്യമുണ്ടെന്ന് പറയുമ്പോൾ എത്രത്തോളം യുക്തിസഹമായിരിക്കും അങ്ങനെ ആരോപണം വോട്ടുമാരെ സംബന്ധിച്ചിടത്തോളം? എന്താണ് അതിന് കാരണം പറയാനുള്ളത്? BJP എന്ന് പറഞ്ഞല്ലോ അവരുടെ മുഖ്യശത്രു BJP ആണ്. കോൺഗ്രസ് പറഞ്ഞല്ലോ അവരുടെ മുഖ്യശത്രു CPM ആണെന്ന്. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും അജണ്ട. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിക്ക് സീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ അവർ ആവിഷ്കരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ ആശ്രയിച്ചിട്ടല്ലല്ലോ BJP ഗവൺമെൻറ് വരാൻ പോകുന്നതും വരാതിരിക്കുന്നതും. അത് കേരളത്തിലെ RSSന് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവർക്ക് പ്രശ്നം ഇടതുപക്ഷ മുന്നണിക്കെതിരെ കേന്ദ്രീകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വരും ഒരു സീറ്റ് കിട്ടാത്ത BJPക്ക് കേരളത്തിലൊരു സീറ്റ് കിട്ടിയാൽ അവർക്കല്ലേ ഗുണം? ഇത്തരത്തിലുള്ള ഗുണം കിട്ടുന്നതിൽ അവർക്കും കൂടി ഗുണമുണ്ടല്ലോ. ആ ഗുണം കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതുവരെ BJP അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള വിദ്യയാണ് അവർ പ്രയോഗിക്കുന്നത്. 1999 തിരുവനന്തപുരത്ത് ആരോപണം ഉന്നയിച്ച അന്ന് വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയായി ശിവകുമാറിനെ ഇവിടെ നിർത്തി BJPയുടെ രാജഗോപാലിനെ ജയിപ്പിക്കണമെന്നായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ശിവകുമാർ ജയിക്കാൻ കോൺഗ്രസിന്. ഇതിപ്പോ കോൺഗ്രസിന്റെ പ്രശ്നമല്ലോ. അന്ന് LDFന്റെ ആരോപണം ഇത്തവണ അതല്ല. ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി ദുർബലന്മാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തവണ NDA നിർത്താൻ പോകുന്ന ദുർബല സ്ഥാനാർത്ഥികൾ ആ ലിസ്റ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇന്ന് രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചില അടിയൊഴുക്കുകൾ ആണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ടോം വടക്കനെ പോലത്തെ ആളാണല്ലോ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. ടോം വടക്കനൊരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് ആരെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും? അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് NDA നിർത്താൻ പോകുന്നത് വ്യക്തമായില്ലേ? KS രാധാകൃഷ്ണൻ ഇപ്പം കോൺഗ്രസ് ഒന്ന് മാറി BJP ചേർന്നിരിക്കുന്ന ആൾ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവും. ഇതാരെയാണ് സഹായിക്കുക? ഇങ്ങനെയുള്ള ആളുകളാണ് അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരാൻ പോകുന്നത്. ശരി. അവിശുദ്ധ കൂട്ടുകെട്ടാണ് വടകരയിലേത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും വടകര മണ്ഡലത്തിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വെറുതെ കോൺഗ്രസ് നിർത്തി എന്നത് മാത്രമേ ഉള്ളൂ. P. ജയരാജന്റെ വിജയത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് എന്ന രീതിയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മോഡലിനുള്ള ശ്രമമാണ് UDF, SDPI, RSS കൂട്ടുകെട്ട് വളരുന്നുണ്ട് എന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. CPM സെക്രട്ടേറിയറ്റിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുകയായിരുന്നു.